ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 29 എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ സത്യയാണ്. ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അവന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച പ്രകാരം അഗ്രികൾച്ചർ ആയിരുന്നു അവൻ പഠിച്ചിരുന്നത്. എന്നാൽ അവൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവിടെ വെള്ളം കിട്ടാനുള്ള സൗകര്യമൊക്കെ കുറഞ്ഞിട്ട് കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മയാകട്ടെ ആ നാട്ടിലെ പല കാര്യങ്ങളിലും ഇടപെടുകയും ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയായിരുന്നു. ആ ഗ്രാമം വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നതോ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടുന്നതോ ഒന്നും തന്നെ ഇവന്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അവർ റോഡ് സൈഡിലെല്ലാം തന്നെ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് വികസനം എന്ന് പറഞ്ഞിട്ട് അത് വെട്ടാൻ വന്ന ആൾക്കാർക്കെതിരെ അവന്റെ അമ്മ സമരം ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ അവന്റെ അമ്മയെ കുറ്റപ്പെടുത്തുകയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ നാട്ടിലൂടെ നല്ല റോഡൊക്കെ വന്നെങ്കിലല്ലേ ഇവിടെ വികസനം വരൂ, അതുപോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് പുറത്തുപോയി പഠിക്കുകയൊക്കെ വേണ്ടേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിനും അവന്റെ അമ്മയ്ക്ക് സമ്മതമായിരുന്നില്ല. അത് കാരണം എപ്പോഴും അവന്റെ അമ്മയും അവനും തമ്മിൽ വഴക്കായിരുന്നു. ഇടയ്ക്ക് അവൻ ചെറിയൊരു കോഴ്സ് പഠിക്കാൻ പോയത് കാരണം അവനൊരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ സിറ്റിയിലേക്ക് പോയ അവനാകട്ടെ മണി എന്നും വസന്ത് എന്നും പറയുന്ന രണ്ടുപേരുടെ കൂടെയായിരുന്നു ഒരു റൂമിൽ താമസിച്ചിരുന്നത്. മണിയാകട്ടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടെങ്കിലും ആർക്കും അവന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമല്ലാത്തത് കാരണം അവന്റെ കാര്യങ്ങളൊന്നും ശരിയായില്ല. വസന്തിനാകട്ടെ ബാംഗ്ലൂർ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. എപ്പോഴും അവൻ ആ പെൺകുട്ടിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി അവളുടെ കൂടെ അവിടെ സെറ്റിൽ ആകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ അവന്റെ വിദ്യാഭ്യാസം വെച്ചിട്ട് അവൻ എവിടെയും ജോലി കിട്ടിയിരുന്നില്ല. നമ്മുടെ നായകൻ സത്യയാകട്ടെ ഈ ലോകത്തുള്ള അവന്റെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയായിരുന്നു. പലരോടും അവൻ ചോദിച്ചപ്പോ ഓരോരുത്തരും നിന്റെ മതമാണ്, നിന്റെ ജാതിയാണ്, നിന്റെ രാജ്യത്തിന്റെ പേരാണ് നിന്റെ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴും അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ അവന്റെ കമ്പനിയിലേക്ക് പുതിയൊരു പെൺകുട്ടി ജോലിക്ക് വരുന്നു. വിജി എന്നായിരുന്നു അവളുടെ പേര്. അവൻ നാട്ടിൽ പോയ സമയത്താണ് വിജി അവിടെ ജോയിൻ ചെയ്തത്. രാവിലെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ സ്റ്റെപ്പ് കയറാൻ നേരത്ത് നിങ്ങൾ ആദ്യം പൊയ്ക്കൊള്ളൂ എന്ന് വിജിയോട് സത്യ പറയുന്നു. എന്നാൽ വിജിയാകട്ടെ അവനെ തെറ്റിദ്ധരിക്കുന്നു. തന്റെ പിറകെ അവൻ സ്റ്റെപ്പ് കയറി വരാൻ ആഗ്രഹിക്കുന്നത് തന്റെ ശരീരം കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. പെട്ടെന്ന് അവൾ ഷോൾ കൊണ്ട് തന്റെ ബാക്ക് മറയ്ക്കുന്നു. എന്നാൽ അവൾ തന്നെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് തന്നെ സൈഡിലൂടെ മുകളിലേക്ക് കയറിപ്പോയി. താൻ വിചാരിച്ച പോലെ അവൻ അത്ര മോശക്കാരനല്ല എന്ന് വിജിക്ക് മനസ്സിലായി. താനും അവനെ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് അവൾ പോയി അവനോട് സംസാരിക്കുന്നു. രണ്ടുപേരും പരിചയപ്പെടുകയും പതിയെ ഫ്രണ്ട്സായി മാറുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും സത്യയ്ക്ക് വിജയെ ഒരുപാട് ഇഷ്ടമാകാൻ തുടങ്ങി. പലപ്പോഴും അവളോട് പ്രണയം തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് അവൻ കാറ്ററിംഗിന് പോകുമായിരുന്നു. അങ്ങനെയിരിക്കും ഒരു ദിവസം അവന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സന്തോഷ് എന്നൊരു പയ്യന്റെ വിവാഹത്തിനായിരുന്നു അവൻ കാറ്ററിംഗിന് പോയത്. അവനെ ആ അവസ്ഥയിൽ കണ്ടതും സന്തോഷ് എന്ന് പറയുന്ന ആ പയ്യനാകട്ടെ അവനെ കളിയാക്കുന്നു. എന്നാൽ താൻ ഈ ജോലി മാത്രമല്ല ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് സത്യ പറയുന്നുണ്ട്. ആ നാട്ടിലെ അത്യാവശ്യം പണക്കാരനായ ഒരാളുടെ മകനായിരുന്നു സന്തോഷ്. ഇടയ്ക്ക് സന്തോഷ് സത്യയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സത്യയുടെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ട് പോലും അവന് സന്തോഷിനോട് മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പണക്കാരനായ അവന്റെ അച്ഛനാകട്ടെ അവനെയും കുടുംബത്തെയും ദ്രോഹിക്കുമായിരുന്നു. സത്യയുടെ അമ്മ അവനോട് ഒരുപാട് തവണ പറഞ്ഞു നീ അവന്റെ കാലിൽ വേണ്ട കാര്യമില്ലാന്ന്. എന്നിട്ട് ഇതൊന്നും കേൾക്കാതെ ആർക്കൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് സത്യ അവന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. അത് കണ്ട് ദേഷ്യം വന്ന സത്യയുടെ അമ്മ പിന്നെ സത്യയോട് മിണ്ടിയതേയില്ല. തന്നെ ഓരോന്ന് പറഞ്ഞ് സന്തോഷ് കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി ദേഷ്യം വന്ന സത്യയാകട്ടെ അവനോട് പറയുന്നുണ്ട് നിനക്കെന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നിനക്കില്ലല്ലോ. നിന്റെ അച്ഛനുണ്ടാക്കിയ പണത്തിലല്ലേ നീ ജീവിക്കുന്നത്. എനിക്കിപ്പോൾ 29 വയസ്സായി. ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. നിന്നെ പോലെ വീട്ടുകാരുടെ ചെലവനല്ല കഴിയുന്നത്. അത്രയും പറഞ്ഞിട്ട് സത്യ അവിടെ ഒന്ന് പോയി. സന്തോഷിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിജയാകട്ടെ തനിക്ക് ബോറടിക്കുന്നു, നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു. അവനും നോർമലായിട്ട് അവിടേക്ക് ചെല്ലുന്നു. തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവന്റെ മനസ്സിലുണ്ട്. എന്നാൽ അവൾ അത് എങ്ങനെ എടുക്കുന്നുള്ള പേടിയായിരുന്നു അവന്. പക്ഷെ വിജയ് അവനോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഒരുപാട് ഹിന്റ് തന്നിട്ടും നീ എന്തുകൊണ്ടാണ് നിന്റെ ഇഷ്ടം തുറന്നു പറയാതിരിക്കുന്നതെന്ന്. അപ്പോഴാണ് അവനും മനസ്സിലായത് വിജയൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ കടൽ തീരത്ത് വെച്ചിട്ട് തന്റെ മനസ്സിലെ ഇഷ്ടം മുഴുവൻ അവൻ അവളോട് തുറന്നു പറയുന്നു. ആ നിമിഷം മുതൽ അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് പ്രണയിക്കാൻ ആരംഭിച്ചു. അന്ന് അവിടെ ഇരുന്ന ഒരു കൈനോട്ടക്കാരിയോട് തങ്ങളുടെ ഭാവിയെ പറ്റിയൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യയോടൊപ്പമുള്ള ഓരോ നിമിഷവും വിജയ് എൻജോയ് ചെയ്യുകയായിരുന്നു. അവൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. IAS ആകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ജോലിയോടൊപ്പം അവൾ പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അവളുടെ അമ്മയാകട്ടെ അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നാളായിട്ട് അവൾ തെരഞ്ഞുകൊണ്ടിരുന്ന ബുക്കൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ ബുക്ക് കൊടുത്ത ആ സമയത്തായിരുന്നു സത്യ അവളെ കോൾ ചെയ്തത്. ബുക്ക് താൻ പിന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് സത്യയുടെ കോളും അറ്റൻഡ് ചെയ്ത് അവൾ ഓടിപ്പോയി. അവൾക്ക് അച്ഛനുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ അമ്മയെ ഉപേക്ഷിച്ചു പോയതായിരുന്നു അവളുടെ അച്ഛൻ. അവർ കമ്പനിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ എന്തോ കാരണത്താൽ കറണ്ട് കെട്ടായിരുന്നു. അത് കാരണം തൽക്കാലം കുറച്ചു സമയം നമുക്ക് നീ ആഗ്രഹിച്ച പോലെ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിജയ് അവനോട് പറയുന്നു. ബസ്സിൽ കയറിയിരുന്നപ്പോൾ സത്യയാകട്ടെ അവളുടെ തോളിലൂടെ കൈയിട്ടു. എന്നാൽ ആ നിമിഷം വിജിക്ക് തോന്നാൻ തുടങ്ങി അവൻ ശരിക്കും സ്നേഹിക്കുന്നത് തന്നെയാണോ തന്റെ ശരീരത്തെയാണോ എന്ന്. നീ ശരിക്കും എന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്ന് അവൾ ചോദിക്കുന്നു. എപ്പോഴും നീ എന്റെ മൂക്ക് നല്ലതാണ്, കണ്ണ് നല്ലതാണ്, എന്റെ ഹെയർ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എന്നിൽ എന്ത് കാര്യമാണ് നിനക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന്. അവൾ തന്നെ തെറ്റിദ്ധരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് കൈയെടുത്തു. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം മാത്രമാണ്, അതിനങ്ങനെ കാരണമൊന്നുമില്ല. അവൻ തിരിച്ച് അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക്
എങ്ങനെയാണ് എന്റെ മുകളിൽ ഇഷ്ടം വന്നതെന്ന്, എന്റെ ക്യാരക്ടർ ഇഷ്ടമാണെന്നൊന്നും നീ പറയണ്ട, അത്ര നല്ല ക്യാരക്ടർ ഒന്നും അല്ല എന്റേതെന്ന് എനിക്കറിയാം. എന്നാൽ അവള് പറയുന്നുണ്ട് നിന്റെ ഇന്നർ വോയിസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. നീ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ട്, അതൊക്കെ എനിക്ക് കേൾക്കാറുമുണ്ട്. പല കാര്യങ്ങളും സത്യമാകട്ടെ പുറമെ പറയുന്നതിനേക്കാൾ കൂടുതൽ തന്റെ ഉള്ളിൽ തന്നെ സംസാരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ മുഖത്ത് നോക്കുമ്പോൾ വിജിക്കത് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. അതിനെയായിരുന്നു അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു ദിവസം സത്യയെ തന്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളൊരു പാർക്കിലേക്ക് വരാൻ സത്യയോട് പറയുന്നു. എന്നാൽ അവളുടെ ഫ്രണ്ട്സ് വരുന്നതിന് മുന്നേ സത്യക്ക് വീട്ടിൽ നിന്നും കോള് വരുന്നുണ്ട്. അവന്റെ അമ്മ സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ആ കാര്യം കേട്ടതും അമ്മയ്ക്ക് സുഖമില്ല, താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ തന്റെ റൂമിലേക്ക് പോയി സാധനങ്ങളും എടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു. അവനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല, മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ആകെ ടെൻഷനായിട്ട് വിജയും ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. താൻ അവളെ അങ്ങനൊരു സാഹചര്യത്തിൽ വിട്ടിട്ട് വന്നിട്ട് പോലും അവൾ ഒരു ദേഷ്യവും കാണിക്കാതെ തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇവിടേക്ക് വന്ന് കണ്ടിട്ട് സത്യക്ക് കുറിച്ച് സന്തോഷം തോന്നുന്നുണ്ട്. അവൾ തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ വണ്ടിയിലേക്ക് കയറിയതും അവളാകട്ടെ പോകുന്ന വഴിക്ക് അവന് കഴിക്കാനുള്ള ഫുഡെല്ലാം തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തന്നെ ഇത്രയധികം കെയർ ചെയ്യുന്ന അവളുടെ മനസ്സായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അവൻ ഫോൺ വീണ്ടും ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ അത്രയും നേരം അയച്ച മെസ്സേജുകളെല്ലാം അവൻ കണ്ടു. അവൾ വല്ലാതെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലായി. നാട്ടിലെത്തിക്കഴിഞ്ഞ് അവൻ അമ്മയെ കാണുന്നു. ഇനിയെങ്കിലും അമ്മ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് നിർത്തണമെന്നും സ്വന്തം ആരോഗ്യം നോക്കണമെന്നും അവൻ പറഞ്ഞു. എന്നാൽ അവന്റെ അമ്മ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ലായിരുന്നു. അവർ വീണ്ടും ഇതിന്റെയൊക്കെ പിറകെ പോകുന്ന അവന് മനസ്സിലായി. വീണ്ടും അമ്മയുമായിട്ട് അവൻ പിണങ്ങി. എന്തൊക്കെയാണെങ്കിലും വന്ന സ്ഥിതിക്ക് ഒരാഴ്ചയെങ്കിലും നീ നിൽക്കണമെന്ന് അവന്റെ അച്ഛൻ പറഞ്ഞത് കാരണം അവൻ ഒരാഴ്ച വീട്ടിൽ നിന്നു. ആ സമയത്തെല്ലാം തന്നെ അവൻ വിജിയോട് ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഈ സന്തോഷത്തിന് കാരണം വിജിയാണെന്നുള്ള കാര്യം അവൻ തന്റെ വീട്ടുകാരോടും പറഞ്ഞു. ഓഫീസിൽ അവൻ ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അവനെ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ കോളിലൂടെ വിജിയെ കണ്ട് അവന്റെ അമ്മയും അച്ഛനും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വിജി ഒരുപാട് ഇഷ്ടമായി. നിന്റെ മനസ്സിൽ എന്താഗ്രഹമാണോ തോന്നുന്നത് അതെല്ലാം നീ നേടിയെടുക്കണമെന്നും ആരെയും പേടിക്കാൻ പാടില്ലെന്നും വിജിയോട് സത്യയുടെ അമ്മ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് IAS ആകണമെന്നായിരുന്നു അവളുടെ ഒറ്റ ലക്ഷ്യം. സിറ്റിയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും സത്യക്ക് കുറച്ച് ദിവസമായിട്ട് പനിയായത് കാരണം അവൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിജി അവനെ കാണാൻ അവന്റെ റൂമിലേക്ക് വന്നു. ആ സമയം നഷ്ടപ്രണയത്തെ ആലോചിച്ച് സത്യയുടെ കൂട്ടുകാരൻ മണിയാകട്ടെ മദ്യപിക്കാൻ വന്നിരിക്കുകയായിരുന്നു. വിജിയെ കണ്ടതും താൻ പുറത്തേക്ക് പോവുക, നിങ്ങൾ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. നിന്റെ അമ്മയോട് നമ്മളെ പറ്റി സംസാരിക്കണ്ടേ എന്ന് അവൻ ചോദിക്കുമ്പോൾ കുറച്ച് സമയം വേണമെന്നാണ് അവൾ പറയുന്നത്. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹവും തന്നെ IAS ആക്കണമെന്നാണ്. അച്ഛൻ ഇട്ടിട്ട് പോയപ്പോൾ മുതലുള്ള വാശിയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ കല്യാണമൊന്നും വേണ്ടാന്നും ഞാൻ എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് IAS ആയ ശേഷം മതി നമ്മുടെ കാര്യമൊക്കെ വീട്ടിൽ പറയുന്നതെന്നുമാണ് അവൾ പറയുന്നത്. അത്രയും നേരം നീ വെയിറ്റ് ചെയ്യണം. സത്യക്ക് അതിനൊന്നും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവർ ആ റൂമിൽ തന്നെ കാര്യം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ റൂമെല്ലാം അവൾ ക്ലീൻ ആക്കി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മണി എവിടേക്ക് തിരിച്ചു വന്നതും അവൾ ആഹാരം വിളമ്പി കൊടുക്കുന്നു. ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മണി കഴിക്കുന്നത്. അയാൾ കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും സത്യം ഇട്ടിട്ട് പോകാൻ പാടില്ലെന്ന്. ഞാൻ വർഷങ്ങളായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി എന്റെ സിനിമാ ജീവിതം ഒന്നും ആകാത്ത കാരണം എന്നെ ഇട്ടിട്ട് പോയി. അവൾ എന്നെ വിട്ടിട്ട് പോയ ശേഷം എന്റെ ജീവിതം തന്നെ തകർന്നു. ഞാനൊരു കുടിയനായി മാറി. നാളെ സത്യക്ക് ആ അവസ്ഥ വരാൻ പാടില്ല. നീ ഒരിക്കലും അവനെ ഇട്ടിട്ട് പോകരുത്. ലൈഫിൽ നീ ഒരുപാട് മുന്നോട്ട് പോയാലും ചിലപ്പോൾ സത്യ പിന്നിലായിരിക്കും. ആ സമയം അവനെ കൂടെ ചേർത്ത് നിർത്തണം. നീ അവനെ ചതിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ വന്ന് കൊല്ലുന്നു വരെ മണി അവളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അയാളുടെ നഷ്ടപ്രണയമാണ് അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നതെന്ന് വിജിക്ക് മനസ്സിലായി. പക്ഷെ വിജി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യമായിട്ടുള്ള പ്രണയത്തെ പോലെ തന്നെ വലുതായിരുന്നു അവൾക്ക് അവളുടെ സ്വപ്നങ്ങളും. ഈ പ്രണയം ഒരിക്കലും അവളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകാനും പാടില്ല. അന്ന് അമ്മ ബുക്ക് കൊടുത്ത സമയത്ത് അവൾ അതുപോലും വാങ്ങിക്കാതെ സത്യയുടെ കോള് കണ്ടിട്ട് അവിടെ നിന്നും അതും അറ്റൻഡ് ചെയ്ത് ഓടിപ്പോയതാണ്. അങ്ങനെ ഓരോ ദിവസവും സത്യയ്ക്ക് വേണ്ടി താൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴെല്ലാം തന്റെ പഠിത്തത്തിൽ താൻ പിന്നിലായി പോകുന്നു എന്നുള്ളൊരു പേടി അവൾക്കുണ്ടായിരുന്നു. അവൾ 2 ദിവസമായിട്ട് അധികമൊന്നും സംസാരിക്കാതിരിക്കുന്നത് കാരണം സത്യയും ആകെ വല്ലാതെയായിരുന്നു. എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, താൻ ഒരു ഡിസിഷൻ എടുത്തു. താൻ ജോബ് റിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഫുൾ ടൈം IAS വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ട് സത്യ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ആരോട് ചോദിച്ചിട്ട് ഈ ഡിസിഷൻ ഒക്കെ എടുത്തതെന്ന്. എന്റെ ഡിസിഷൻ എടുക്കുന്നതിന് ഞാൻ ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്നോട് ചോദിക്കണമെന്നാണ്. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലാണ്. നിന്റേതോ എന്റേതോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മുടേതായ ഒരു ഡിസിഷൻ എടുത്തെങ്കിലേ പറ്റൂ. ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വലുതായി കഴിയുമ്പോൾ ആരാകണമെന്നായിരുന്നു ആഗ്രഹമെന്ന്. എനിക്ക് ചെറുപ്പം മുതലേ IAS ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അവൻ പറയുന്നുണ്ട്, അങ്ങനൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. വലുതാകണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവന് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും ഇല്ലാന്ന് അവൾക്ക് മനസ്സിലായി. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന ആഗ്രഹം അവന്റെ മനസ്സിലില്ലാത്തിടത്തോളം കാലം അവനെ സംബന്ധിച്ച് ഈ പ്രണയം മാത്രമായിരിക്കും അവന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതിൽ നിന്നൊക്കെ അവൻ മാറണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള പ്രണയമൊന്നും തന്നെ അവരുടെ ഓഫീസിൽ ആർക്കും അറിയില്ല. അതെല്ലാവരെയും അറിയിക്കണമെന്നുള്ളൊരു ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതവൻ പറയുമ്പോൾ ശരി നമുക്ക് എല്ലാവരെയും അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പൊ തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. എന്നാൽ അവരാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവളാകട്ടെ അവനെ കിസ് ചെയ്യുന്നു. അതോടുകൂടി എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സത്യക്ക് മനസ്സിലായില്ല. വിജിയുടെ മറ്റൊരു രൂപം
ദൈവമായിരുന്നു സത്യ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയം അന്ന് ബീച്ചിൽ വെച്ച് ആ കൈനോട്ടക്കാരി പറഞ്ഞ കാര്യങ്ങൾ അവൻ ആലോചിക്കുന്നു. അവരവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും തല്ലി പിരിയുമെന്നും. നീ വിചാരിക്കുന്ന പോലൊരു പെൺകുട്ടിയല്ല അവള്. അവളുടെ യഥാർത്ഥ രൂപവും യഥാർത്ഥ സ്വഭാവവും ഒക്കെ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. സത്യം അതെല്ലാം ഓർത്തുകൊണ്ട് വിജയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവനും കണ്ടു തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അടികൊണ്ട് കിടക്കുന്ന സത്യയെ. അവന്റെ താടിയും മുടിയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ കാണിച്ച ശേഷം കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വിജി പറഞ്ഞ പ്രകാരം അവൾ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് തന്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ വിജി ഓഫീസിലില്ലാത്തത് കാരണം സത്യയ്ക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ എപ്പോഴൊക്കെ അവൻ അവളെ കാണാൻ പോകുന്നോ അപ്പോഴെല്ലാം തന്നെ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടു പോകും. അവളെ കാണാതിരിക്കാൻ പറ്റാത്തത് കാരണം അവൾ വരണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വരുന്നു. അവൾക്ക് പ്രിലിംസിന്റെ എക്സാം ആയത് കാരണം അവൾ ഫുൾ ടൈം പഠിത്തമായിരുന്നു. പലപ്പോഴും അവന്റെ ഫോണൊന്നും എടുക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. പഴയ പോലെ ഒരുപാട് നേരം സംസാരിക്കാറുണ്ടായിരുന്നില്ല. സത്യ അവളെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലത്തെല്ലാം തന്നെ അവൻ ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവളെ പിക്ക് ചെയ്യുന്ന സമയത്ത് അവൻ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് നിന്നെ വിട്ടിട്ട് പോയതെന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ എന്റെ അച്ഛന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. കുരുന്നില കതിരവൻ എന്നാണ് തന്റെ അച്ഛന്റെ പേരെന്ന് മാത്രമേ അവൾക്ക് അറിയാമായിരുന്നുള്ളൂ. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൻ മനസ്സിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, അവളുടെ അച്ഛൻ വിട്ടിട്ട് പോയ പോലെ താനൊരിക്കലും അവളെ വിട്ടിട്ട് പോകില്ല എന്ന്. പ്രിലിംസ് അടുത്തോടുകൂടി അവളങ്ങനെ ഫോൺ വിളിക്കാറേ ഉണ്ടായിരുന്നില്ല. എക്സാം ഒക്കെ അവൾ പോയി നന്നായിട്ട് എഴുതുന്നു. എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അവൾ സത്യയെ വിളിക്കുന്നുണ്ട്. അവനോട് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നു. എന്തുപറ്റി ഇത്ര സ്നേഹത്തിൽ സംസാരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കാരണം കുറച്ചു ദിവസമായിട്ട് അവൾ അങ്ങനെ സംസാരിക്കാറേ ഇല്ലായിരുന്നു. തന്റെ കൂടെ ഒരിടം വരെ വരാമോ എന്ന് മാത്രമാണ് അവൾ ചോദിക്കുന്നത്. കാര്യം കാണാൻ വേണ്ടിയിട്ടാണോ അവൾ ഇത്ര സ്നേഹമായിട്ട് സംസാരിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അതൊന്നുമല്ല, നമുക്ക് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവൾ പോകുന്നത് അവളുടെ പഴയ ഹിന്ദി ടീച്ചറെ കാണാനായിരുന്നു. അവർ നന്നായിട്ട് പാട്ടുപാടുന്ന ഒരു സ്ത്രീയാണ്. ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഇവിടെ ഒരു പ്രോഗ്രാമിന് അവർ വന്നത്. അവർ അവൾക്കൊരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് സത്യ അവളെ കണ്ടതും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളെ അത്ര സുന്ദരിയായിട്ട് സത്യ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബൈക്കിൽ ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ, ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് ആ ടീച്ചർ പറയുന്നു. അവർ ബുക്ക് ചെയ്തിരുന്ന റൂം നാളെ 11 മണിക്ക് വെക്കേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് അവര് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആ റൂമിൽ നിങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കീ സത്യക്കും വിജിക്കും അവർ കൊടുക്കുന്നു. വേണ്ടെന്ന് പലതവണ സത്യ പറഞ്ഞിട്ടും അവർ അത് കേട്ടില്ല. വിജിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. സത്യയുടെ കൂടെ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു റൂമിൽ താമസിക്കാൻ അവൾക്ക് തോന്നിയില്ല. റൂമിലേക്ക് കടന്നതും അവൻ ബാഗ് കൊണ്ടുവെക്കാൻ അവളുടെ അടുത്തേക്ക് വന്നതും അവളൊന്ന് പേടിക്കുന്നു. അവൾ കംഫർട്ടബിൾ അല്ലാന്ന് മനസ്സിലായതും അവൻ കുറച്ച് അങ്ങോട്ട് മാറി നിന്നു. എന്നാൽ അവളാകട്ടെ തന്റെ അമ്മയെ വിളിക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ടീച്ചറിനെ കണ്ടു, ഇന്ന് രാത്രി ഇവിടെ തന്നെ നിൽക്കുകയാണ്, എന്റെ ഫ്രണ്ടായിട്ടുള്ള സത്യയുടെ കൂടെ ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യക്ക് ഇതെല്ലാം കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി. കാരണം ഇതിനു മുമ്പൊക്കെ ഒറ്റയ്ക്ക് ഇവൾ ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ ആരെങ്കിലും വിളിക്കുന്ന പോലെ അഭിനയിക്കണമെന്നും അവളുടെ വണ്ടിയുടെ നമ്പരും അവൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ പറ്റി എല്ലാം പറയണമെന്നും അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അഭിനയിക്കണമെന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അതേ കാര്യം തന്നെ സത്യയുടെ അടുത്ത് അവൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ആരെയും കോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു. സത്യ അവളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ എന്ന് സത്യ അവളോട് ചോദിക്കുന്നു. എന്നാൽ ദേഷ്യത്തോട് അവൾ പറയുന്നുണ്ട്, കയ്യിലേക്ക് റൂമിന്റെ കീ കിട്ടിക്കഴിഞ്ഞതും നീ എങ്ങോട്ടേക്കാ ഓടിപ്പോയത്? നിന്റെ പോക്കറ്റിൽ എന്താ ഉള്ളത്? അത് കോണ്ടോ അല്ലേ എന്നൊക്കെയായിരുന്നു അവൾ ചോദിക്കുന്നത്. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിന്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു ജ്വല്ലറി ഞാൻ കണ്ടിരുന്നു, അത് വാങ്ങി നിനക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്ന്. അത് അവനടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ആ നിമിഷം അവൾക്ക് വല്ലാതെ വിഷമം തോന്നി. താൻ സത്യെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ആലോചിച്ച്. ഞാൻ നിനക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങി തരുന്നതിന് കാരണമുണ്ട്. നീ എങ്ങോട്ട് നോക്കിയാലും ഞാൻ വാങ്ങിയ സാധനങ്ങളായിരിക്കും നിനക്ക് ചുറ്റും കാണുന്നത്. ആ നിമിഷം എല്ലാം നീ എന്നെ ഓർക്കുമല്ലോ, അത് തന്നെ എനിക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്നാൽ ഇത് കേട്ട് അവൾ ദേഷ്യപ്പെടുന്നു. ഞാൻ നിന്റെ അച്ചീവ്മെന്റോ ഒരു ട്രോഫിയോ ഒന്നും തന്നെയല്ല. നമുക്കിടയിലുള്ള പ്രണയം നോർമലാണ്. നീ അതിനെ വലിയ സംഭവമായിട്ട് കാണേണ്ടതില്ല. ലൈഫിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. അത് നീ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ നിനക്ക് വാങ്ങിത്തരുന്ന സമയത്ത് നീ എന്നെ കിസ് ചെയ്യാറില്ലേ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാറില്ലേ? എന്നെ സംബന്ധിച്ച് അതൊക്കെയാണ് ലവ്. അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നിന്റെ വെറും ഡ്രൈവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ പറയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകുന്നു. നീ പറയുന്ന സമയത്ത് അലാറം വെച്ച് നിന്നെയും വിളിച്ചുണർത്തുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, നിന്നെ സംബന്ധിച്ച് പ്രണയമാണ് വലുത്. ഓരോ നിമിഷവും അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളത്. ആദ്യം എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നതായിരുന്നു, പിന്നെ എന്നെ കിസ് ചെയ്യുന്നത്, പിന്നെ എന്നെ ഹഗ് ചെയ്യുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഒരു സെക്സിലേക്ക് കടക്കുന്നതാണ് നിന്റെ അടുത്ത അച്ചീവ്മെന്റ് ആയിട്ട് നീ കരുതുന്നത്. നീ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു സ്വപ്നങ്ങളും മറ്റൊരു ആഗ്രഹങ്ങളും നിന്റെ മനസ്സിലേക്ക് വരാതിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് രാത്രി തന്നെ തീർക്കാമെന്നും അത് കഴിയുമ്പോൾ നീ എന്തായാലും ലൈഫിൽ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങുമെന്നുമായിരുന്നു അവൾ പറയുന്നത്. എന്നാൽ നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണെന്നും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും ഞാനിതൊന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്നും അവൻ പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, നീ എന്തായാലും എന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ? കല്യാണത്തിന് മുമ്പ് ഇത് ചെയ്താലും കല്യാണം കഴിഞ്ഞിട്ട് ഇത് ചെയ്താലും എന്താ തെറ്റ്? അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം നടക്കട്ടെ, ഇവിടെ ഇരിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി.
തുടങ്ങി. എന്നാൽ അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ദേഷ്യം വന്ന് അവനാകട്ടെ താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവളെ വീണ്ടും അവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ അവന് തോന്നിയില്ല. അവൻ അവിടേക്ക് തിരിച്ചു ചെല്ലുന്നു. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിട്ടിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർ ഒന്നായി. അന്ന് രാത്രി അവളാകട്ടെ അവനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവന്റെ അമ്മയാകട്ടെ അവിടുത്തെ ഏതോ ഒരു MLA കാണാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നാട്ടിലെ എന്തോ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സ്ഥിതിക്ക് വിജയ് കൂടി കണ്ട് അവൾക്കൊരു സാരി ഗിഫ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയാണ് അവർ വന്നത്. വിജയ് കാണാൻ വേണ്ടിയിട്ട് ഇവരെയും കൂട്ടി അവനൊരു പാർക്കിൽ പോയി വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവളെ കോൾ ചെയ്യുകയായിരുന്നു. എന്നാൽ അവളാകട്ടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അവിടെ വെറുതെ ഇരുന്നപ്പോൾ അവന്റെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ആ പാർക്കെല്ലാം വൃത്തികേടായിട്ട് കിടക്കുക, അതെല്ലാം ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ അവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ചേർന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തു. രാത്രിയായി. പക്ഷെ എന്നിട്ടും വിജയ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് അവളുടെ മെയിൻ എക്സാം ആയത് കാരണം അവൾ ഫുൾ ടൈം പഠിത്തത്തിലായിരുന്നു. അത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും അവൾ ഫോൺ എടുക്കാത്തത് കാരണം ഇതവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് ആ സാരി അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ ഫാമിലി പോയി. സത്യക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി 2 മണി സമയത്താണ് അവൾ ഫോൺ എടുത്ത് നോക്കുന്നത്. സത്യയുടെ അത്രയും മെസ്സേജസും കോൾസും കണ്ട് അവൾ ആകെ സങ്കടപ്പെട്ടു. അമ്മ വരുന്നുണ്ടെന്നും കാണണമെന്നും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവൾ പാർക്കിലേക്ക് വരുമ്പോൾ അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നാൽ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ എത്രയൊക്കെ സോറി പറഞ്ഞിട്ടും അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. രാവിലെ എന്റെ എക്സാം ആണ്, ഞാൻ സ്റ്റഡീസിൽ മുഴുകിപ്പോയി. പക്ഷെ എക്സാം ആയിട്ട് പോലും ഞാൻ നിന്റെ കോൾസും മെസ്സേജസും കണ്ട ഉടനെ തന്നെ ഓടി വന്നില്ലേ, എന്നോട് ക്ഷമിക്കുന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എനിക്കൊരു പുരുഷനോട് എങ്ങനെ സംസാരിക്കണമെന്നോ സ്നേഹം എങ്ങനെ കാണിക്കണമെന്നോ ഒന്നും തന്നെ അറിയില്ലെന്നും താൻ പഠിച്ചതെല്ലാം ഗേൾസ് സ്കൂളിലാണെന്നും തനിക്ക് ബോയ് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും എനിക്ക് നിന്നോട് എങ്ങനെ ഇടപഴകണമെന്ന് അറിയില്ല. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിരുന്ന സത്യയാകട്ടെ അവളോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയും നിന്നെയൊക്കെ നിന്റെ അച്ഛൻ ഇട്ടിട്ട് പോയതിന് കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണെന്ന്, അതിലൊരു തെറ്റുമില്ലാന്ന്. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്ന് അവൾ അവിടെ നിന്നും പോയി. പിറ്റേന്ന് രാവിലെ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് സത്യക്ക് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്നാൽ എക്സാമിന് പോയ വിജയാകട്ടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആകെ തകർന്നിരിക്കുകയായിരുന്നു. തലേന്ന് രാത്രി അവൻ പറഞ്ഞ വാക്കുകളും അതിനു മുൻപുണ്ടായ പ്രശ്നങ്ങളും അങ്ങനെ ഓരോന്നും ആലോചിച്ച് അവൾക്ക് സ്ട്രെസ് കൂടി എക്സാം ഹാളിൽ അവൾ ബോധം കെട്ട് വീണു. കുറെ കഴിഞ്ഞിട്ട് അവളാകട്ടെ തന്റെ എക്സാം കഴിഞ്ഞു, തന്നെ കൂട്ടിയിട്ട് പോകാൻ വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ബൈക്കിൽ കയറിയ ശേഷം അവൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വീടിന്റെ ഫ്രണ്ടിലേക്ക് ബൈക്ക് കൊണ്ടു നിർത്ത്, അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അവളുടെ അമ്മയുണ്ടായിരുന്നില്ല. എക്സാം അവൾ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയതായിരുന്നു. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അവർ പിരിഞ്ഞെങ്കിലേ പറ്റുമെന്ന് അവൾക്ക് തോന്നി. അവൻ കൂടെ ഉള്ളിടത്തോളം കാലം ഈ സ്ട്രെസ്സും പ്രശ്നങ്ങളും എല്ലാം അവളുടെ കൂടെ ഉണ്ടാകും. അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവൾക്ക് സാധിക്കില്ല. അത് കാരണം അവൾ അവനോട് പറയുന്നുണ്ട്, നമുക്ക് ബ്രേക്കപ്പ് ആകാം. എന്തു പറ്റി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ എനിക്ക് തന്ന സ്ട്രെസ് കാരണം എനിക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റിയില്ല. ഞാൻ ബോധം കെട്ട് വീണു. ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് വരുന്ന വഴിയാ. ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചതാണ് IAS ആകണമെന്ന്. പ്രിലിംസും പാസ്സായി മെയിൻസിന് ഇങ്ങനൊരു അവസ്ഥയിലെത്തുമെന്ന് ഞാൻ കരുതിയില്ല. സത്യ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു പോയി. അവൻ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, നീ എപ്പോഴും എന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിനക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി തന്നുകൊണ്ടിരുന്നത്. എനിക്കിപ്പോ തോന്നുന്നത് നീ എന്നെ ഇനി ഓർക്കണമെങ്കിൽ നീ പഠിക്കുന്ന ബുക്കുകളിൽ ഞാൻ വരണമെന്ന്. എന്റെ പേര് ഈ ബുക്കുകളിൽ വരണം. ചിലപ്പോ അങ്ങനാണെങ്കിൽ നീ എന്നെ കുറിച്ച് നല്ലപോലെ ഓർക്കും. ബ്രേക്കപ്പ് ആകാമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അവൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. നീ നന്നായിട്ട് പഠിച്ച് IAS ആകണമെന്ന് പറഞ്ഞ് അവൾക്ക് ഓൾ ദി ബെസ്റ്റും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും പോയത്. ശരിക്കും അവൻ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ അവന്റെ ജോലി വിട്ടു. ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. പലയിടങ്ങളിലും പല പ്രശ്നങ്ങളിലും പോയി പെട്ടു. അവന്റെ അമ്മ ചെയ്ത പോലെ പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് പല കേസുകളും അവന്റെ മേൽ വന്നു. അടുത്തിടെ അവരുടെ ഗ്രാമത്തിലെ ഒരു തടാകം നികത്തി അവിടെ ഒരു കോളേജ് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ബാക്കിയുള്ള പോഷൻ കൂടി നികത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ മുതലാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നവൻ പ്രശ്നമുണ്ടാക്കിയ അവന്റെ പഴയ കൂട്ടുകാരൻ സന്തോഷിന്റെ അച്ഛന്റേതായിരുന്നു ആ ഒരു കോളേജ്. ആ തടാകത്തിന്റെ ഏരിയയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പല അധികാരികളെയും സത്യയും സംഘവും കാണുന്നു. എന്നാൽ അവരാകട്ടെ സത്യയോട് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാനാണ്. സത്യ തടാകം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് തന്റെ ആൾക്കാരെയും കൂട്ടിപ്പോയി. ഒരുപാട് വോളണ്ടിയേഴ്സ് അവന്റെ കൂടെ കൂടി. അവരെല്ലാവരും ചേർന്നിട്ട് ആ തടാകം ക്ലീൻ ആക്കുകയായിരുന്നു. അതിലൊരു പെൺകുട്ടിക്ക് സത്യയോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ആ സമയം വിജയാകട്ടെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യമായിട്ട് പിരിയുന്നതിന്റെ അന്ന് അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടിയെന്നും അമ്മയും കൂട്ടി താൻ അവിടെ പോവുകയാണെന്നും ഇവിടെ IASന്റെ കോച്ചിങ്ങും കണ്ടിന്യൂ ചെയ്യുമെന്ന്. വിജയ് അവിടെ പോയെങ്കിലും അവൾ സത്യയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം തന്റെ അമ്മയെ പോലെ നാട്ടിലെ പല കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങിയെങ്കിലും അവന്റെ ഉള്ളിൽ അപ്പോഴും വിജയോടുള്ള പ്രണയം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അവളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ സന്തോഷവും ആൾക്കാരും വന്നിട്ട് സത്യയും കൂട്ടരെയും അടിക്കാൻ ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടിക്കിടയിൽ സത്യയുടെ കൂടെ ഉണ്ടായിരുന്ന ചില പെൺകുട്ടികളുടെ ഡ്രസ്സ് പോലും അവർ വലിച്ചു കയറി. ദേഷ്യം വന്ന സത്യയാകട്ടെ സന്തോഷിനെ അടിച്ചു. ആ സംഭവം വലിയ ഇഷ്യൂ ആയി. സത്യയുടെ പേരിൽ കള്ളക്കേസും വന്നു. സത്യയാണ് പെൺകുട്ടികളെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിട്ട് അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിക്കുന്നു. ഈ ന്യൂസൊക്കെ വിജയും കാണുന്നുണ്ടായിരുന്നു. അതൊന്നും സത്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അവന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ വിജയാകട്ടെ ഒരു ദിവസം രാത്രി തന്റെ അമ്മയോട് പറയുന്നുണ്ട്, തന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല, തനിക്ക് സത്യ വേണമെന്ന്. താൻ അങ്ങനൊരു പയ്യനെ സ്നേഹിച്ചിരുന്നതും തങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം അവൾ അമ്മയോട് പറയുന്നു. സന്തോഷിന്റെ ആൾക്കാർ സത്യയെ ജയിലിൽ വെച്ച് കൊല്ലാനൊക്കെ
കൊല്ലാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നടത്തിയ സമരം കാരണം അവന്റെ മേലുള്ള കള്ള കേസുകളെല്ലാം മാറ്റി അവനെ അവർക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ ആദ്യത്തെ കുറച്ചു ദിവസം അവൻ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ബോധം തെളിഞ്ഞതിന്റെ അന്ന് അവനെ കാണാൻ വേണ്ടിയിട്ട് വിജിയുടെ അമ്മ വരുന്നു. വിജി എന്തുകൊണ്ടാണ് IAS ആകാൻ ഇത്ര ആഗ്രഹിച്ചിരുന്നതെന്ന് പറയുന്നു. വിജിയുടെ അമ്മയുടെ കുടുംബക്കാരെല്ലാം തന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ലോയേഴ്സും ഒക്കെയായിരുന്നു. വിജിയുടെ കുടുംബം മാത്രമായിരുന്നു പാവപ്പെട്ടവരായിട്ടുള്ളത്. ഹസ്ബൻഡും കൂടെ ഉപേക്ഷിച്ചു പോയതോടുകൂടി കുടുംബവും ബന്ധുക്കാരും ആരും തന്നെ തിരിഞ്ഞു നോക്കാതെയായി. ചെറുപ്പം മുതലേ വിജിയുടെ അമ്മയ്ക്കും വിജിക്കും വാശിയായിരുന്നു എല്ലാവരുടെയും മുന്നിൽ ജയിച്ച് കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് അവൾ ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ചത്. ചെറുപ്പം മുതലേ IAS മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ ഇന്ന് അവൾക്ക് ആ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എക്സാം എഴുതാനോ പഠിക്കാനോ പറ്റുന്നില്ല. ഇനി ആലോചിച്ച് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നീ ഒന്ന് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ പോയി എക്സാം എഴുതുമെന്നാണ് അവളുടെ അമ്മ അവനോട് പറയുന്നത്. താൻ സംസാരിക്കാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ വിജിയെ കാണാൻ വേണ്ടിയിട്ട് വിജി താമസിക്കുന്നിടത്തേക്ക് പോകുന്നു. ഏത് വീടാണെന്ന് കറക്റ്റായിട്ട് അറിയാത്ത കാരണം രാത്രി അവിടെ നിന്ന് അവളെ ഉറക്കെ വിളിക്കുന്നു. അവളുടെ അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ എഴുന്നേറ്റ് പോകട്ടെ എന്ന് കരുതി അനങ്ങാതെ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ അവൾ എഴുന്നേറ്റ് പോവുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൾക്കൊരു സർപ്രൈസുമായിട്ടായിരുന്നു അവൻ വന്നത്. വെറും കൈയോടെ അങ്ങനെ അവളെ കാണാൻ അവൻ വരാറില്ലായിരുന്നല്ലോ. ഇത്തവണ ഏറ്റവും വലിയ സർപ്രൈസ് ആണ് അവൻ കൊടുത്തത്. അവളുടെ അച്ഛനെ അവൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. നാട്ടിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരുപാട് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഡൊണേഷന് വേണ്ടിയിട്ട് അവൻ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. മലേഷ്യയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് ഇവളുടെ അച്ഛന്റെ പേരുള്ള ഒരാളെ പരിചയപ്പെടുന്നതും അയാളുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻ വാങ്ങുന്നതും. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് വിജിയുടെ അച്ഛൻ തന്നെയാണെന്ന് മനസ്സിലായി. താൻ ചെയ്ത തെറ്റെല്ലാം വിജിയുടെ അച്ഛൻ അവളോട് ഏറ്റു പറയുന്നു. നിങ്ങളെ ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. ലൈഫിൽ ആദ്യമായിട്ട് അവൾ തന്റെ അച്ഛനെ കണ്ടതും ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. സത്യ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് അവൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനെ കണ്ടുപിടിച്ച കാര്യം നീ അമ്മയോട് പറഞ്ഞു എന്ന് വിജി അവനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല എന്ന്. അമ്മയോട് പറയാൻ നിൽക്കണ്ട, അമ്മയ്ക്ക് ഒരുപാട് വിഷമം തോന്നുമെന്ന് അവൾ പറയുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ തന്നെ വന്ന് കണ്ട കാര്യമെല്ലാം തന്നെ സത്യ അവളോട് പറയുന്നു. നീ എക്സാം എഴുതിയെങ്കിലേ പറ്റൂ. ഞാൻ കാരണം ഒരിക്കലും അത് എഴുതാതിരിക്കരുത്. എന്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ നിനക്ക് ചെറുപ്പം മുതലേ നിന്റെ മൈൻഡിൽ ക്ലിയർ ആയിട്ടൊരു അംബിഷൻ ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ വന്നു തുടങ്ങിയത് തന്നെ ഒരു 30 വയസ്സൊക്കെ ആയിട്ടാണ്. 29ാമത്തെ വയസ്സിലാണ് എങ്ങനെയെങ്കിലും സെറ്റിൽ ആകണമെന്ന് പോലും എനിക്ക് തോന്നിയത്. ഈ സമയത്ത് എനിക്ക് എന്ത് വേണം എനിക്ക് എന്ത് വേണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. നിന്റെ അമ്മ നിന്നെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും നീ ജയിക്കണമെന്ന് അവൻ അവളോട് പറയുന്നു. ഇവിടെ മണിയാകട്ടെ വിജിയുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ട് അവന്റെ കഥ കേൾക്കാൻ അയാളെ തയ്യാറായി. അത്യാവശ്യം നല്ല കാശുകാരനായതുകൊണ്ട് അവന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നു. താൻ എക്സാം എഴുതാന്ന് സത്യയ്ക്ക് അവൾ വാക്കുകൊടുത്തത് കാരണം അവൾ കഷ്ടപ്പെട്ട് പഠിച്ചുപോയി ആ എക്സാം എഴുതുന്നു. അതേസമയം സത്യാകട്ടെ ഒരുപാട് ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയായിരുന്നു. എക്സാമില് ഒരു ക്വസ്റ്റ്യൻ സത്യയെക്കുറിച്ചുണ്ടായിരുന്നു. അജിത്ത് ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെട്ട ഒരു തടാകം റീസ്റ്റോർ ചെയ്ത് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുത്ത വ്യക്തി ആരാണെന്ന്. സത്യ എന്നായിരുന്നു അതിനുത്തരം. ഓപ്ഷനിൽ അവന്റെ പേര് കണ്ടപ്പോൾ അവൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി അവൾ ആലോചിക്കുന്നു. നീ പഠിക്കുന്ന ബുക്കുകളിൽ എന്റെ പേര് വന്നെങ്കിൽ മാത്രമേ നിന്റെ മനസ്സിൽ നിന്ന് ഞാൻ പോകാതെ ഇരിക്കൂന്ന് അവൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിപ്പോൾ യാഥാർത്ഥ്യമായി. അവൾ സന്തോഷത്തോടു കൂടി എക്സാം എഴുതിയിട്ട് പുറത്തിറങ്ങി. അന്നിവർ രണ്ടുപേരും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒന്നായ ആ രാത്രിയിൽ സത്യ പാതി മയക്കത്തിൽ കിടക്കുന്ന സമയത്ത് അവൾ ഒരുപാട് കാര്യങ്ങൾ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്നെക്കുറിച്ച് ഒരുപാട് വർണ്ണനകളൊക്കെ നടത്താറുണ്ട്. അതുപോലൊരു പയ്യനായ നിന്നെക്കുറിച്ചും ഒരുപാട് ആൾക്കാർ വർണ്ണിക്കും. എന്നാൽ അതൊന്നുമല്ല കാര്യം. നീ വെറൂരാണും ഞാൻ വെറൂര് പെണ്ണുമാണ്. നമ്മുടെ പ്രണയം വെറും പ്രണയം മാത്രമാണ്. ഈ പ്രണയത്തെ വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. പല ആൾക്കാരും പ്രണയം എന്ന് പറയുന്നത് വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഹൃദയം വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് വരയ്ക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പ്രണയത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കാർഡ്സിലും ഒക്കെ വരയ്ക്കുന്ന ഹൃദയമല്ലേ, അത് വരയ്ക്കാൻ എന്ത് ഈസിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളും. ഫാന്റസിയിൽ നിന്ന് നീ വെളിയിൽ വരണം. നിനക്കിപ്പോൾ 29 വയസ്സാണ്. നിന്റെ ആഗ്രഹങ്ങള് നിന്റെ സ്വപ്നങ്ങള് ഇതൊന്നും ഒരിക്കലും ഒരിടത്ത് നിന്നു പോകാൻ പാടില്ല. 4 ആൾക്കാർ അറിയുന്ന രീതിയിൽ നീ വലിയ ആളായിട്ട് വരണം. ആ സമയം നിന്റെ പ്രണയിനിയായിട്ട് ഞാനും നിന്റെ കൂടെ ഉണ്ടാകും. പ്രണയത്തെ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണാതെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്ന് അവൾ അവനെ ഉപദേശിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്കിപ്പോൾ ഒരു കവിത മനസ്സിൽ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു കവിത പാടാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത്. അന്ന് പറയാൻ പറ്റാതെ പോയ ആ കവിത ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ അവന് മെസ്സേജ് ആയിട്ട് അയക്കുന്നു. നീ ടച്ച് ചെയ്ത സ്ഥലങ്ങളെല്ലാം നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തത് എന്റെ ഹൃദയമാണ്. അവളുടെ മെസ്സേജ് കാണുന്ന സത്യയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.